ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കിടിലൻ ടേസ്റ്റിലുള്ള ഒരു വഴുതനങ്ങ റെസിപ്പി ആയാലോ? അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പത്തിലുള്ള 2 വഴുതനങ്ങ എടുത്ത് വട്ടത്തിലരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം ഒരു പ്ലേറ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് അത് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വഴുതനങ്ങ ഇട്ട് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം വഴുതനങ്ങ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ആയി വരുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വഴുതനങ്ങ ഫ്രൈ ചെയ്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തൈര്, കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ ഫ്രൈ അതിലേക്കിട്ട് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 6 കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് കറിവേപ്പിലയും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴന്ന് വന്ന ശേഷം ആ കൂട്ട് വഴുതനങ്ങ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. വഴുതനങ്ങ റെസിപ്പി റെഡിയായിരിക്കുകയാണ്. സമയം കിട്ടുമ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.